RCMന്റെ വളരെ പ്രസിദ്ധമായ ഉൽപ്പന്നങ്ങളുടെ ഔട്ട്ലെറ്റ് നെട്ടൂർ നോർത്ത് PW റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വളരെ ഗുണമേന്മയേറിയ ഉൽപ്പന്നമാണ് എന്ന് സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ തന്നെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നു. നല്ല ഭക്ഷണമാണ് നല്ല ഔഷധമെന്ന ആശയവുമായാണ് RCMന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിപണനത്തിന് ഇറക്കിയിട്ടുള്ളത്. നെട്ടൂരിലെ RCM പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നെട്ടൂർ PW റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ ഇല്ലാതെ നമുക്ക് ഓർഗാനിക്, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ, നമുക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെയാണ്. അപ്പം നമുക്കത് നിന്ന് ഒരു ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂര പെയിൻറ്റ് വരെ എല്ലാ ഉൽപ്പന്നം ലഭ്യമാണ്. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാക്റ്റ് എടുക്കാത്ത സംഭവങ്ങളാണ്. മഞ്ഞൾ, രാജസ്ഥാനിലെ മഞ്ഞളാണിത്. ഈ മഞ്ഞൾ എന്ന് വെച്ചാൽ നമ്മുടെ കുർക്കുമിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് സാധാരണ മഞ്ഞൾ എന്ന് വെച്ചാൽ കുർക്കുമിൻ എടുത്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ എല്ലാം കിട്ടുന്നത്. ഇത് കുർക്കുമിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മല്ലി, പിന്നെ ചായപ്പൊടി. ഇത് ചായപ്പൊടി ഞങ്ങളുടെ ആസാമിൽ നിന്ന് എടുക്കുന്ന ഒരു ചായപ്പൊടിയാണ്, ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും. പിന്നെ സോപ്പ്, പേസ്റ്റ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പേസ്റ്റ് എന്ന് വെച്ചാൽ ഓർഗാനിക്കാണ്. ഇത് നമുക്ക് തുളസി, പുതിന, അങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടുള്ള ഒരു, ഇപ്പം മാർക്കറ്റിൽ നമുക്ക് ഒരു കിട്ടുന്ന പേസ്റ്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ വിലക്കുറവുമാണ്, ഓർഗാനിക്കുമാണ്. കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ച് വയറ്റിൽ പോയാൽ പോലും ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു പേസ്റ്റാണ്. RCMന്റെ ഉൽപ്പന്നങ്ങളും മറ്റുള്ള പുറത്തത്തെ ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇത് എക്സ്ട്രാക്റ്റ് എടുക്കാത്തതാണ്, ഒറിജിനൽ ഓർഗാനിക്. അതായത് നമുക്കിപ്പം പുറത്തുനിന്നുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിൽ പല പല രാസവസ്തുക്കളും കെമിക്കലുകളൊക്കെ ചേർത്ത് ഇപ്പം നമ്മൾ ന്യൂസുകളിലൂടെ കാണുന്നുണ്ട് പല പല പ്രശ്നങ്ങൾ. ഈ ചായപ്പൊടി ആണെങ്കിൽ പോലും വില കുറഞ്ഞ ചായപ്പൊടികളിൽ പല പല കെമിക്കലുകളും ഇതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾക്ക് ഇതിലുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് നമുക്ക് വെള്ളത്തിലിട്ട് 8 മണിക്കൂർ വെള്ളത്തിലിടുവരി. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് ചക്കി ഫ്രഷ് എന്ന് പറയും. അതായത് പഴയ നമ്മുടെ ഗ്രൈൻഡിങ് സിസ്റ്റം, കല്ല് ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചക്കി ഫ്രഷ് ഗോതമ്പ് പൊടിയാണ് നമുക്ക് വരുന്നത്. തവിടിൽ നിന്ന് എടുക്കുന്ന ഒരു എണ്ണയുണ്ട്, അത് പഞ്ചാബിലാണ് നമുക്ക് ഈ തവിടിൽ നിന്ന് എടുക്കുന്ന എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഗുജറാത്തിൽ നിന്ന് എടുക്കുന്ന ഉപ്പ്, രാജസ്ഥാനിലെ മഞ്ഞൾ, ചായപ്പൊടി വന്നത് നമുക്ക് ആസാമിലെയാണ്. ആസാമിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരു കീടനാശിനികളൊന്നും തളിക്കണ്ട. അവിടെ ഓർഗാനിക്, അതായത് നമുക്ക് രാവിലെ മഞ്ഞ്, ഉച്ചക്ക് വെയിൽ, രാത്രി മഴ. അപ്പം നമുക്ക് ആ കീടനാശിനികളൊന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ RCMന്റെ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. TC ചാപ്ര എന്നാണ് ഞങ്ങളുടെ ഒരു രാജസ്ഥാനിലെ ഒരു ഇതിൻ്റെ ഓണറിൻ്റെ പേര്. പുള്ളി ഒരു ഗാന്ധിയനാണ്. ഈ ഗാന്ധിയൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ എല്ലാവർക്കും ലഭിക്കണം. അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് ശരിക്കും കിട്ടുന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പം നെട്ടൂരിലുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ ഇതിലേക്ക് ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങളൊന്ന് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കൂ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലേക്ക് ഈ കാശ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് പല പല രീതിയിലുള്ള അസുഖങ്ങൾ, വയറുവേദന തൊട്ട് ക്യാൻസർ വരെ എല്ലാ രോഗങ്ങളും നമുക്ക് ഈ കെമിക്കലും ആ രാസവസ്തുക്കളും ചേർന്ന ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് ഇതിലിട്ട് ഒരു 2 രൂപ കൂടുതൽ കൊടുത്താലും നമുക്ക് ആ ഹോസ്പിറ്റലുകളിലെ കാശ് നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എണ്ണ. ഇപ്പം എണ്ണയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാരകമായ വിഷങ്ങൾ. അതായത് 100 രൂപക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ, ഈ 100 രൂപക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയിൽ നമ്മൾ എന്തോരം അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. കാര്യം വെച്ചാൽ ഒരു 8-10 തേങ്ങയെങ്കിലും പൊതിച്ച് കഴിയുമ്പോഴത്തെ അതിൽ കൂടുതൽ വേണ്ടി വരുമെന്ന് തോന്നുന്നു 1 കിലോ വെളിച്ചെണ്ണ എടുക്കാനായിട്ട്. പക്ഷേ അതിൽ നമുക്ക് 100 രൂപ കിട്ടുമ്പോൾ അത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാണ്. ഇത് നമുക്ക് ഫിസിക്കലി റീഫൈൻഡ് ഓയിലാണ്, അതായത് കെമിക്കലല്ല, ഫിസിക്കലി റീഫൈൻഡ് ആണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഇത് പഞ്ചാബിലെ ദുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. HACCP സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി തവിടിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണിത്. മറ്റൊരു മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണകളെ അപേക്ഷിച്ച് ഇത് ഫിസിക്കലി റീഫൈൻഡ് ആണ്. ഇത് ഞങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ്, നൂഡിൽസാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നൂഡിൽസ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതെല്ലാം മൈദയാണ്. മൈദയിൽ നമുക്ക് പല പല പ്രിസർവേറ്റീവ്സും പല പല പ്രശ്നങ്ങൾ, കളർ പൊടികളും അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ്. ഇത് ഞങ്ങളുടെ ഓർഗാനിക് നൂഡിൽസാണ്. ഇതിൽ വന്നത് ഗോതമ്പ് പൊടിയാണ് മെയിനായിട്ട് വന്നത്. പിന്നെ വന്നത് കൂൺ പൊടിച്ചത്, മല്ലിവിത്ത്, ചോളം,
അങ്ങനെയുള്ള 10-15 ഐറ്റംസ് കയറ്റിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ വയറുവേദന. അപ്പം നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത് നൂഡിൽസ് ഓർഗാനിക് ആകുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ RCBയുടെ ന്യൂട്രീഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ RCBയുടെ ഈ പ്രോഡക്റ്റിൽ തന്നെ നമുക്ക് ന്യൂട്രിചാർജിൻ്റെ കുറച്ച് പ്രോഡക്റ്റും കൂടിയുണ്ട്. ന്യൂട്രിചാർജ് വിമൻ, അത് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്നതാണ്. അതിനകത്ത് 50 ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് 13 തരം ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ ബ്ലെൻഡ് ഉണ്ട്, 6 തരം ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് 13 മിനറൽസും 13 വൈറ്റമിൻസും 5 അമിനോ ആസിഡും ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ ആർത്തവം തുടങ്ങി എന്നുള്ള ഇത് കാണിപ്പോൾ തുടങ്ങി അത് ആർത്തവം നിൽക്കുന്ന സമയം വരെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിചാർജ് സപ്ലിമെൻ്റാണ് ന്യൂട്രിചാർജ് വിമൻ. ഇത് നമുക്ക് സ്ത്രീകൾക്ക് പോഷകാഹാരക്കുറവിൻ്റെ എല്ലാ കുറവും നികത്തി അവർ ആരോഗ്യവതിയാക്കി നിൽക്കാനും PCOD പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഒക്കെ നമുക്ക് നല്ലതാണ്. അതുപോലെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ഇത് പല കടകളിലും നമുക്ക് ലഭ്യമാണെങ്കിലും RCMൻ്റെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും വെജിറ്റേറിയൻ ആണ് ഇത്. അതുകൊണ്ട് നമുക്ക് RCMൻ്റെ വെജ് ഒമേഗ ഉപയോഗിച്ച് നോക്കാം.